ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീനനെയും കൊണ്ട് മനു വീട്ടിലേക്ക് എത്താണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശിനോട് പറയുന്നുണ്ട് അലീന കറക്റ്റ് സമയത്ത് CPR കൊടുത്ത് ആംബുലൻസൊക്കെ വിളിച്ച് അങ്കിളിനെ അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത് കൊണ്ടാണ് അങ്കിളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റിയത്. പക്ഷെ അതിൻ്റെ ഒരു നന്ദി പോലും ആൻറ്റി അലീനയോട് കാണിക്കുന്നില്ല. ഹോസ്പിറ്റലിൽ നിന്ന് ആട്ടി ഓടിക്കുകയാണ് ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടമാവാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട് ഞാൻ ഇവിടുന്ന് പൊക്കോളാം, ഞാൻ എന്തായാലും പോകാൻ റെഡി ആയതല്ലേ ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ തൽക്കാലം കൊണ്ട് പോകാൻ നിൽക്കേണ്ട, കുറച്ച് ദിവസം കഴിയട്ടെ, എന്തായാലും ഞാൻ ആൻറ്റിയോട് പറഞ്ഞോളാം, എന്തായാലും ആൻറ്റി എൻ്റെ അടുത്ത് വിളവൊന്നും ഇറക്കൂല എന്നൊക്കെ മനു പറയുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് മനു പറയുന്നുണ്ട് അലീനോട് ഞാനില്ലേ കൂടെ, നീ വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ മനു തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. കൃഷ്ണമോളെയും കൊണ്ടാണ് പോകുന്നത്. കൃഷ്ണമോള് ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ അച്ഛനെ കാണുന്നുണ്ട്, അച്ഛനെ കണ്ടിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ വൈജയന്തിനെ ഹോസ്പിറ്റലിലേക്ക് മുറിയിലുള്ളിലേക്ക് കയറ്റാൻ ബാലേന്ദ്രൻ സമ്മതിക്കുന്നില്ല കേട്ടോ. അപ്പം അമ്മയ്ക്കൊന്ന് അച്ഛനെ കാണണമായിരുന്നു എന്ന് കൃഷ്ണമോള് പറഞ്ഞ വഴിക്ക് തന്നെ ആ സാധനങ്ങളൊക്കെ വലിച്ച് ഇട്ട് ഓടി പോകാൻ പോകാണ് കേട്ടോ. അപ്പോൾ തന്നെ ബാലേന്ദ്രന് ഒരു ഭ്രാന്ത് പിടിച്ച പോലെ കാണിക്കുകയാണ്. വൈജയന്തിനെ കാണണ്ട, കൺമുന്നിൽ പോലും വരണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ സംസാരിക്കുന്നത്. അപ്പം മനു ചോദിക്കുന്നുണ്ട് എന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോൾ കൊല്ലപ്പള്ളിയിലുള്ള ഒരാൾ പോലും എന്നെ കാണാൻ വരരുത്, എൻ്റെ കൺമുന്നിൽ പോലും വരരുതെന്ന് പറയുമ്പോൾ മനുവിന് മനസ്സിലാവട്ടെ എന്തോ ഒരു കാര്യമായിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട്, അതെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. വൈജയന്തി തിരികെ വീട്ടിലേക്ക് തന്നെ പോയി കഴിഞ്ഞിട്ട് ആ ഒരു ഫോണൊക്കെ എടുത്ത് നോക്കുന്നതൊക്കെ ആയിട്ട് പുതിയ പ്രമോദനം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കാണിക്കുന്നുണ്ട് ബാലേന്ദ്രൻ്റെ ഫോണൊക്കെ എടുത്ത് നോക്കുന്നത്, എന്താണ് സംഭവിച്ചതെന്നൊക്കെ അറിയാനായിട്ടൊരു ആകാംക്ഷയുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലേക്ക് ഗംഗാധരനും മാലതിയും കൂടെ വരികയാണ്. അവിടെ വെച്ച് വൈജയന്തി ഗംഗാധരനോടൊക്കെ ചൂടാവുന്നുണ്ടെങ്കിലും ഗംഗാധരന് അവിടെ നടന്ന സംഭവങ്ങളൊന്നും വൈജയന്തി അറിയിക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ റൂമിലേക്ക് വൈജയന്തി ചെല്ലുമ്പോഴേക്കും ബാലേന്ദ്രൻ വയലൻ്റ് ആവാണ് കേട്ടോ. ആട്ടി ഓടിക്കുകയാണ് വൈജയന്തിനെ വെറുപ്പുള്ള പോലെ സംസാരിക്കുകയാണ്. അപ്പോൾ വൈജയന്തിക്ക് തന്നെ കറക്റ്റായിട്ട് കാര്യം മനസ്സിലാവാണ്, എന്തോ ഒരു സംഭവം തന്നെ വെറുക്കുന്ന രീതിയിലുള്ള എന്തോ ഒരു സംഭവം ബാലേന്ദ്രൻ്റെ മനസ്സിൽ കടന്നു കൂടിയിട്ടുണ്ടെന്നുള്ളത്. അങ്ങനെ ഹോസ്പിറ്റലിൽ മനു അതുപോലെ തന്നെ നമ്മുടെ അലീന ആയിരിക്കും ഇനി അങ്ങോട്ട് ബാലേന്ദ്രനെ നോക്കുന്നത്. അപ്പോൾ അലീനയോട് ആദ്യമൊക്കെ ദേഷ്യം ഉണ്ടെങ്കിലും ബാലേന്ദ്രൻ പിന്നീട് അലീനയോട് മനസ്സിലൊരു സ്നേഹമൊക്കെ തോന്നാണ് കേട്ടോ. ഇനി അങ്ങോട്ടുള്ള ആ ഭാഗങ്ങളൊക്കെ അതാണ് വരാൻ പോകുന്നത്. ഇത്രയാണ് ഇപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു പ്രേമം കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.